നമുക്കറിയാലോ, ദൗർഭാഗ്യകരമായ കാര്യം. ഞാൻ തന്നെ അട്ടപ്പാടിയിൽ 2 പ്രാവശ്യം വിസിറ്റ് ചെയ്ത് ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഗവൺമെൻറ് പറയുന്നത് ഇപ്പോൾ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമാണ്. നിങ്ങൾ അട്ടപ്പാടിയിലൊക്കെ ഒന്ന് പോയി കാണാൻ പറ മന്ത്രിമാരോട്. അവിടുത്തെ സ്ഥിതി, കേരളത്തിൽ 1,16,000 ആദിവാസി കുടുംബങ്ങളുണ്ട്. അതിൽ അതീവ ദരിദ്രരുടെ പട്ടികയിൽ 6,400 പേരേ ഉള്ളൂ. കഷ്ടപ്പാടും ദുരിതവും പട്ടിണിയുമായി കിടക്കുന്ന നിരവധി ആളുകളുണ്ട്. അവർക്കൊരു ആക്സസ് പോലും ഇല്ല, ഒരു ആംബുലൻസ് പോലും ഇല്ല. വിളിച്ചാൽ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വാഹനം വിളിച്ചിട്ടാണ്. കുഞ്ഞുങ്ങളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ, നിവർത്തിയില്ലാത്ത കുഞ്ഞുങ്ങളുടെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നു എന്നാണ് കുഞ്ഞുങ്ങളുടെ അമ്മ പറയുന്നത്. തീർച്ചയായിട്ടും അത് ശരിയാണ്, അവിടുത്തെ യാഥാർത്ഥ്യമാണ്. അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യണ്ടേ, അല്ലാതെ പുറമേനി നടിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. അല്ലെന്നേ, നവകേരള സർവേ ഇപ്പം എന്ത് സർവേയാണ്? ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സർവേ. അത് പാർട്ടി എങ്ങനെയാവണത്? അത് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതി, ഗവൺമെൻറ്റിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട്, ഗവൺമെൻറ് പൈസ കൊടുത്തുകൊണ്ട്, പാർട്ടിക്കാരെ വെച്ചുകൊണ്ട് സർവേ നടത്തിയാൽ സർക്കാരിന് അവർ വേണമെങ്കിൽ സർവേ നടത്തുമോ, CPM സർവേ നടത്തുമോ, LDF സർവേ നടത്തുമോ, ചെയ്യുന്നതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു പരാതിയില്ല. അതൊക്കെ പൊളിറ്റിക്കൽ വർക്കാണ്. പക്ഷെ നാട്ടുകാരുടെ ചിലവിൽ ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ച്, ആ പണം ഉപയോഗിച്ച് പാർട്ടി പ്രവർത്തകരെ വെച്ച് സർവേ നടത്തിയാൽ ഞങ്ങൾ എതിർക്കും. ഞങ്ങൾ നിയമപരമാവും രാഷ്ട്രീയവുമായി അതിനെ നേരിടും. സർക്കാർ നടത്തണേ ഞങ്ങൾക്ക് എന്താ? അതിനെന്തിനാ CPM സംസ്ഥാന കമ്മിറ്റി സർക്കുലർ അയക്കുന്ന പാർട്ടിക്കാരെ വെച്ചുകൊണ്ട് സർവേ നടത്തണമെന്ന്? സർക്കാരിൻ്റെ കാര്യത്തിൽ CPMന് എന്താ കാര്യം? CPM സംസ്ഥാന സെക്രട്ടറിക്ക് എന്താ കാര്യം? എന്തിനാണ് ഇങ്ങനെ ഒരു സർക്കുലർ അയച്ചത്? പാർട്ടിക്കാരെ വെച്ചുകൊണ്ട് നടത്തണമെന്ന്. മാത്രമല്ല, ഇപ്പം എന്തിനാണ് സർക്കാർ നടത്തുന്നത്? ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമയത്താണോ സർവേ? ആ സമയത്ത് സർവേ എന്നുള്ള പേരിൽ സ്ക്വാഡ് പ്രവർത്തനം നടത്തുകയാണ് നാട്ടുകാരുടെ ചിലവിൽ. ഇനിയും കൈയിട്ട് വരുകയാണ്, നശിപ്പിച്ച് മുഴുവൻ കേരളം, ഖജനാവ് മുഴുവൻ കാലിയാക്കി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു രോഗി ചികിത്സ കിട്ടാതെ മരിച്ചെന്ന ആരോപണം കുടുംബശക്തി ഉന്നയിക്കുന്നു. ഡോക്ടർ ഹാരിസ് വീണ്ടും ഞങ്ങൾ പറഞ്ഞല്ലോ, അതെല്ലാം ഉന്നയിച്ചത് സിസ്റ്റമിക് ഫെയിലിയർ ആണെന്ന് മന്ത്രി തന്നെ പറഞ്ഞു. നിരന്തരമായി സിസ്റ്റത്തിന് ഫെയിലിയർ ആണെങ്കിൽ ഈ സിസ്റ്റത്തെ തകർത്തത് അവരാണ്. അവർ രാജിവെച്ച് ഇറങ്ങിപ്പോകണം. അവർ അയച്ചിരിക്കുന്ന അന്വേഷണത്തിന് വേണ്ടി റിപ്പോർട്ട് തേടും എന്ന് അവർ പറഞ്ഞിരിക്കുന്നതും അതിന്മേൽ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടും രണ്ടും കൂടി ഓള്യങ്ങളുണ്ട്. ഈ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ ഞങ്ങൾ ഉന്നയിച്ച് ഗൗരവതരമായ ആരോപണം ഉന്നയിച്ചില്ലേ? കേരളത്തിലെ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. പരിതാപകരമായ അവസ്ഥയാണ്. ഡോക്ടർ ഹാരിസ് എന്താ പറഞ്ഞത്? ഹാർട്ട് പേഷ്യൻസാണ്, ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്ന് കിടക്കുന്ന ആളെ നിലത്ത് കിടത്തുകയാണ്. വിരി പോലും ഇല്ല കൊടുക്കാൻ വേണ്ടി, നിലത്ത് കിടന്നോളാൻ പറയുകയാണ്. അല്ലാത്ത അസുഖം വന്നോ മരിച്ചു പോകും അവിടെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഹാർട്ട് അറ്റാക്കായിട്ട് വന്ന ആളെ പിന്നെ 6 ദിവസത്തേക്ക് പരിശോധിച്ചിട്ടില്ല. അതാണ് മരണകാരണം. അയാളെ പരിശോധിച്ച അയാൾ നടപടി സ്വീകരിക്കണ്ടേ? എന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടുത്തെ കാർഡിയോളജിയിലെ ഡോക്ടർമാർ വാദങ്ങൾ ഉന്നയിക്കുകയാണ്. ഒരു മനുഷ്യൻ ആശുപത്രിയിൽ പോയാലുള്ള സ്ഥിതിയാണ് ഹാർട്ട് അറ്റാക്കായിട്ട് ആശുപത്രിയിൽ പോയ ആളുടെ സ്ഥിതിയാണ്. അദ്ദേഹം കൊടുത്ത സുഹൃത്തിനയച്ച സന്ദേശം തന്നെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷവും നാടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ ഗവൺമെൻറ്റിന് എന്താ പറയാനുള്ളത്? സിസ്റ്റത്തിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ സിസ്റ്റം നന്നാക്കേണ്ട ആരാ? സിസ്റ്റം ഈ കുഴപ്പത്തിലാക്കിയതാരാ? മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ എത്ര കോടി കൊടുക്കാനുണ്ട്? ഇവർ വളരെ സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടും കേരളത്തിനില്ല. അപ്പോൾ ഒരു പ്രയോറിറ്റി വേണ്ടേ? പാവപ്പെട്ടവൻ്റെ മരുന്ന് മേടിക്കാനുള്ള കാശ് കൊടുക്കണ്ടേ? ഇപ്പോൾ സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് എടുത്തുകൊണ്ട് പോകുന്നതാണ് സപ്ലൈ ചെയ്ത കമ്പനികൾ പറയണം. അവർക്ക് പൈസ കൊടുക്കണ്ടേ? കാരുണ്യ പദ്ധതിയുടെ പൈസ കൊടുക്കണ്ടേ? മരുന്ന് മേടിച്ചതിൻ്റെ പൈസ കൊടുക്കണ്ടേ? മെഡിക്കൽ കോളേജിൽ സർജറി നടത്താൻ പോകണമെങ്കിൽ നൂലും സൂചിയും കത്രികയും പഞ്ഞിയും വരെ മേടിച്ചുകൊണ്ട് പോകണം. പിന്നെ എന്തിനാണ് ഇങ്ങനെ? അപ്പോൾ ആരോഗ്യരംഗം തകരാറിലാക്കിയതിൻ്റെ ഉത്തരവാദിത്വം ആരോഗ്യമന്ത്രിക്കും സർക്കാരിനുണ്ട്. അത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിനൊക്കെയാണ് ഇപ്പോൾ നമ്പർ 1.